ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീരെ അടങ്ങിയിരിക്കാതെ വികൃതി കാണിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ റെസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് മുതിർന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളിൽ അലർജി വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ചില കുട്ടികൾ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വളരെയധികം വികൃതി കാണിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിലൊന്നും കോൺസെൻട്രേഷൻ തീരെയില്ല, അടങ്ങിയിരിക്കാത്ത കുട്ടികളുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ ജോലിയിലൊന്നും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അവർ പല കാര്യങ്ങളും മറന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓരോ കാര്യത്തിനും വളരെയധികം അസാധാരണമായിട്ട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരുപാട് മുതിർന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, അതായത് ADHD എന്നൊരു കണ്ടീഷൻ. ഈ ADHD വളരെ കോമൺ ആയിട്ട് അലർജി ഉള്ള ആളുകൾ കാണുന്നുണ്ട്. നിങ്ങൾ പൊതുവേ ഇങ്ങനെ അടങ്ങിയിരിക്കാത്ത കുട്ടികളെ പാരന്റ്സിനോട് ചോദിച്ചാൽ അറിയുണ്ടാവും അവർക്ക് അലർജിയുടെയോ അല്ലെങ്കിൽ അഡിനോയിഡിന്റെയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ ADHD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗമൊന്നുമല്ല, ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും കാര്യങ്ങളെ വിലയിരുത്താനും അപഗ്രഥിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതെ റെസ്ലെസ് ആയിട്ട് പോവുക, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ADHD നമ്മൾ തുടക്കത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലർജിക്ക് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ADHD നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് അത് അറിയിക്കേണ്ടതാണ്. കാരണം അലർജിയോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ അങ്ങനെ ADHD ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.